മണിയൻ പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ മ്യൂസിയം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം ആരംഭിച്ചു. DCP വിനോദിനാണ് അന്വേഷണ ചുമതല. അപകടം നടന്ന വിവരം ലഭിച്ചത് മുതൽ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം പരിശോധിക്കും. എന്നാൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് മ്യൂസിയം SHO നൽകിയ മൊഴി. മണിയൻ പിള്ള രാജു മദ്യപിച്ചാണോ വാഹനം ഓടിച്ചിരുന്നത് എന്നതിൽ വ്യക്തത വരാൻ രക്തപരിശോധനാ ഫലം ലഭിക്കണം. ഇതിനായി 2 ദിവസം കാത്തിരിക്കണം. ബൈക്ക് കാറിലിടിച്ച് യുവാക്കൾ റോഡിലേക്ക് തെറിച്ചു വീണത് കണ്ടിട്ടും മണിയൻ പിള്ള രാജു വാഹനം നിർത്താതെ പോയി എന്നതാണ് പ്രധാന കുറ്റം. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനോ വിവരം ഉടൻ പോലീസിനെ അറിയിക്കാനോ രാജു തയ്യാറായില്ല. കാർ ഓടിച്ചത് മണിയൻ പിള്ള രാജു ആണെന്നത് തുടക്കത്തിലെ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് ഗുരുതര അലംഭാവം കാണിച്ചെന്നാണ് ആരോപണം. രാജുവിന്റെ കാർ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്ന കാര്യം പറഞ്ഞ് രാജുവിനെ കണ്ടെത്താനും ശ്രമിച്ചില്ല. വീട്ടിൽ പോയെന്നും ആരെയും കണ്ടെത്താനായില്ലെന്നുമാണ് പോലീസ് വാദം. ഈ ആരോപണങ്ങളാണ് കമ്മീഷണർ അന്വേഷിക്കുക. പോലീസിന്റെ സൈഡിൽ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് DCPയെ ചുമതലപ്പെടുത്തി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാവിലെ 9ഓടെയാണ് രാജു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയത്. പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞു വൈദ്യപരിശോധനയ്ക്ക്. രാജുവിന് സ്റ്റേഷൻ ജാമ്യം നൽകിയ ശേഷമാണ് കാർ കണ്ടെത്തിയതെന്നതും പോലീസിന്റെ വീഴ്ചയെന്നാണ് ആരോപണം. എന്നാൽ നടപടിക്രമങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് മ്യൂസിയം SHO കമ്മീഷണർക്ക് നൽകിയ മൊഴി. മീഡിയ 1 തിരുവനന്തപുരം.